നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രനെ ജന്മനാട് ആദരിച്ചു. വളവന്നൂർ പഞ്ചായത്ത് 17ാം വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ 2 റോഡുകൾ നാടിന് സമർപ്പിച്ചു. വൃക്കകൾ തകരാറിലായ യുവാവിന്റെ ചികിത്സയ്ക്ക് ധനസമാഹരണത്തിന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. KPSTയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഭക്ഷണമൊരുക്കാൻ ജൈവ നെൽകൃഷിയുമായി അധ്യാപകർ. നെല്ലിക്ക ക്യാമ്പയിന് പിന്തുണയുമായി പെരിന്തൽമണ്ണ മുതൽ കൊണ്ടോട്ടി വരെ കാർ റാലി. മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തുന്നുവെന്ന പ്രചാരണത്തിന് അടിസ്ഥാനമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വിശദമായ വാർത്തകൾ. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രനെ ജന്മനാട് ആദരിച്ചു. തിരൂർ സാംസ്കാരിക സഹകരണ സംഘത്തിന്റെയും നിറമരുതൂർ പൗരാവലിയുടെയും നേതൃത്വത്തിൽ നിറമരുതൂർ GUPSൽ വെച്ചാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. തടവ് എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിക്കൊപ്പം പങ്കിട്ട ബീന ആർ ചന്ദ്രൻ നിറമരുതൂർ പഞ്ചായത്തിൽ പത്തമ്പാടാണ് ജനിച്ചത്. പത്തമ്പാട് മഴൂരാട്ടുപറമ്പിൽ ശാന്തകുമാരിയുടെയും PT രാമചന്ദ്രന്റെയും മകളാണ്. ശാന്തകുമാരി നിറമരുതൂർ GUPSൽ അധ്യാപികയായിരുന്നു. ബീന ആർ ചന്ദ്രൻ 1ാം ക്ലാസ് പഠനം നടത്തിയത് അതേ സ്കൂളിലാണ്. തുടർന്ന് പിതാവിന്റെ നാട്ടിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ പരതൂർ CUPൽ അധ്യാപികയാണ്. 4 പതിറ്റാണ്ടോളം നീണ്ട അമേച്ചർ നാടകാഭിനയത്തിന് ശേഷം ആദ്യമായി അഭിനയിച്ച സിനിമയാണ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ്. തടവിൽ ഗീത എന്ന അംഗൻവാടി ടീച്ചറുടെ സങ്കീർണമായ ജീവിതത്തെ അടയാളപ്പെടുത്തിയതിനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത്. ആദര സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സിനിമയിലെ ഭാവങ്ങൾ എന്നുള്ളത് കൃത്യമായിരിക്കും. അത് ട്രാൻസ്ഫറായി തന്നെ നമ്മൾ നടക്കുന്ന പോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ അത് അഭിനയത്തിലേക്ക് പകർത്തുക എന്നുള്ള ചെറിയൊരു കാര്യമാണ്. അത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ ആ എക്സ്പ്രഷൻസ് കൃത്യമായി തന്നെ ഓരോ ആംഗിളും കൃത്യമായി അതിനെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് അങ്ങനെയാണ് അതിനൊരു വരിക. ഓരോ ആക്ഷനിൽ ഒരു പ്രവർത്തനം അതിൻ്റെ എന്തൊക്കെയാണ് ലക്ഷ്യം ഈ മാർക്കിടുന്നോ അതാണ് പ്രധാനമായി. ഒരാംഗിളിൽ നോക്കുമ്പോൾ ആ കണ്ണുകളൊരു സ്ഥലം അതിന് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതിനൊരു അഭിനയ പാഠം കൃത്യമായി പുറത്തെടുക്കും. അങ്ങനെയാണ് അവാർഡ് ഉപയോഗിക്കുന്നത്. ബീന ആർ ചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. തുടർന്ന് മറുപടി പ്രസംഗം നടത്തി. എന്തുകൊണ്ടാവാം ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് ഉത്തരമായി കിട്ടാനുള്ളത് എൻ്റെ അമ്മമ്മ, എൻ്റെ അമ്മ, അമ്മയുടെ അനിയന്മാരും അമ്മമാരും ഇവരെല്ലാം ഈ നാട്ടിൽ ചെയ്ത നന്മകളുടെ ആകെ തുകയാണ് എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി മുഖ്യാതിഥിയായി. ആകെ ഒരു 1ാം ക്ലാസ്സിൽ മാത്രമാണ് ഇവിടെ ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെയും വീടാണ്. പക്ഷേ ഈ നാട് ചുരുങ്ങിയ സമയത്തിലൂടെ എനിക്ക് നൽകിയ സ്വീകരണത്തിൻ്റെ ഒരു വ്യാപ്തി കണ്ട് എങ്ങനെയാണ് ഇതിന് മറുപടി പറയുക എന്ന് അവിടെ ഇന്ന് പ്രിയപ്പെട്ട ടീച്ചർ പറയുകയായിരുന്നു. ടീച്ചറെ, ഈ നാട് ഇങ്ങനെയാണ്. ഈ നാടിന്റെ സ്നേഹം കഴിഞ്ഞ 4 വർഷമായി അനുഭവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും ഈ ജന്മനാട് നൽകിയിട്ടുള്ള ആദരം വേറെ ഏതൊരു ആദരങ്ങളെക്കാളും
ഏറ്റവും വിലമതിക്കുന്ന ഒന്നാണ്. ഈ നാട് നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളുടെ അവാർഡാണ് ഈ സംഗതി. തിരൂർ സാംസ്കാരിക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പുതുകാട്, സ്വാഗത സംഘം കൺവീനർ സി മോഹനൻ, സ്വാഗത സംഘം ഭാരവാഹികളായ NM അലി പത്തമ്പാട്, ബഷീർ ഹാജി തറമൽ, VK കൃഷ്ണൻകുട്ടി തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ പരിപാടിയിൽ ആശംസ അർപ്പിച്ചു. വെട്ടം ന്യൂസ്, തിരുവനന്തപുരം. വളവന്നൂർ പഞ്ചായത്ത് 17-ാം വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ 2 റോഡുകൾ നാടിന് സമർപ്പിച്ചു. MLA കുറുക്കോളി മൊയ്തീൻ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം പൂർത്തിയായത്. വളവന്നൂർ പഞ്ചായത്ത് 17-ാം വാർഡിൽ MLA കുറുക്കോളി മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ട് 25 ലക്ഷം രൂപ വിനിയോഗിച്ച് 447 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച വെട്ടാറപ്പ് തവിടംകാട് റോഡ് 2.5 ലക്ഷം രൂപ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച വെട്ടാറത്ത് ചോമൽപ്പടി റോഡുകളാണ് നാടിന് സമർപ്പിച്ചത്. MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നവീകരിച്ചിട്ടുള്ളത്. ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് പണം ഉപയോഗപ്പെടുത്തിയത്. അതേപോലെ ഒരു 2.5 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി വെട്ടാറപ്പ് ചോമയിൽപ്പടി റോഡ് വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോഡ് കുറുക്കോൾ അത്താനിക്കൽ റോഡിൻ്റെ ഇരുഭാഗവും 21 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്ത് മുഴുവൻ ഭാഗവും റോഡിന് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് വികസിപ്പിച്ചത്. ഇവിടുന്ന് ഇനി ഈ റോഡ് കുറുക്കോൾ ഇരിങ്ങാവൂർ റോഡിലേക്ക് മുട്ടാൻ കുറച്ചും കൂടി സ്ഥലമുണ്ട്. അത് ഭാവിയിൽ അതിന് പണം ഉപയോഗപ്പെടുത്താമെന്ന് ഉദ്ദേശിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ജനങ്ങൾ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന റോഡാണ്. അതിന് ഫണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. വളവന്നൂർ പഞ്ചായത്തിൽ അനുദിനം വികസന രംഗത്ത് വലിയ കുതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തലത്തിലും മറ്റുള്ള ഏജൻസികളുടെ വകയായും ഒക്കെയുള്ള പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് മുതൽ കൂട്ടാൻ ഇതുകൂടി സാധിക്കുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമാണ്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുന്നു. അഭിവാദ്യങ്ങൾ. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ മയ്യേരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TK നസീജ, PC അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. റഫ്സൽ പാറയിൽ, NC നവാസ്, മുസ്തഫ ഹാജി, TP അബ്ദുൽ കരീം, MT ഹസൈനർ ഹാജി, മാനുട്ടി എളയോടത്ത്, ഹംസു മാസ്റ്റർ, ജൌഹർ കുർക്കോളി, ബഷീർ അഹമ്മദ് പാറയിൽ, ഹാരിസ് അലങ്കാർ, അസീസ് കുർക്കോളി, നിസാമുദ്ദീൻ അരയാലൻ, ജാബിർ MT എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, വളവന്നൂർ. വൃക്കകൾ തകരാറിലായ യുവാവിന്റെ ചികിത്സയ്ക്ക് ധനസമാഹരണത്തിന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. വെട്ടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ പച്ചാട്ടിൽ താമസിക്കുന്ന ചിറയപ്പറമ്പിൽ ഷാജിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത്. പരിയാപുരം ദാറുസലാം മദ്രസ ഹാളിൽ ചേർന്ന രൂപീകരണ യോഗം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ട് കുടുംബം പോറ്റുന്നതിനിടയിലാണ് ഷാജിക്ക് വൃക്കകൾ സംബന്ധമായ അസുഖം വരുന്നത്. ഭിന്നശേഷിക്കാരിയായ ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. നിലവിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഡയാലിസിസ് നടത്തിവരുന്നത്. 2 വൃക്കകളും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 45 ലക്ഷം രൂപയോളം ചിലവ് വരും. പരിയാപുരം ദാറുസലാം മദ്രസ ഹാളിലാണ് സഹായ സമിതി രൂപീകരിക്കുന്നതിനായി ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി ആ സുഹൃത്തിനെ സഹായിക്കാനുള്ള നമ്മുടെ തീരുമാനം ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് അതിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു കമ്മിറ്റിയെ ഇന്ന് തിരഞ്ഞെടുക്കാം. എല്ലാവരും ഉൾക്കൊള്ളുന്ന, അതിനാരൊക്കെ ചേർക്കണം, ആരൊക്കെ വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്, കമ്മിറ്റിയിലുണ്ട്. എങ്കിലും അതിലൊരു നേതൃത്വപരമായ ചുമതല നിർവഹിക്കാൻ വേണ്ടി കുറച്ചാളുകളെ നമുക്കതിൻ്റെ ചുമതലക്കാരായി മുമ്പിൽ നിർത്തേണ്ടി വരും. സുഹൃത്തുക്കളെ, വെട്ടം പഞ്ചായത്തിലെ ചെറിയ പറമ്പിൽ ഷാജി വളരെ കലശലായ ഒരു രോഗത്തെ അഭിമുഖീകരിക്കുകയാണ്. 2 കിഡ്നിയും തകരാറിലാണ്. 3 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തു വരികയാണ്. അവനെ നമുക്ക് ജീവിതത്തിലേക്ക് പൂർണ്ണാരോഗ്യത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വിശ്വകരന്മാർ അവൻ്റെ കിഡ്നി മാറ്റിവെക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഭീമമായൊരു തുക അതിന് ചെലവുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വെട്ടത്ത് രൂപീകരിച്ചിട്ടുള്ള ഷാജി സഹായ നിധിയിലേക്ക് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കാൻ തയ്യാറാവണം. നമ്മുടെ കൂട്ടുകാരനെ പൂർണ്ണാരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം.
നമ്മുടെ മനുഷ്യത്വവും സ്നേഹബന്ധവും പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. നമുക്ക് ഒത്തൊരുമിച്ച് അതിന് മുന്നേറാം. അഭിവാദ്യങ്ങൾ. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി തങ്കമണി, പി നാസർ, പഞ്ചായത്ത് പ്രസിഡന്റ് രജനി മുല്ലയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഉസ്മാൻ തൈവളപ്പിൽ, കളരിക്കൽ റിയാസ് ബാബു, കെ ആയിഷ, കളരിക്കൽ മെഹർഷ, എ സുനന്ദ, യു രഞ്ജിഷ, അബ്ദുള്ള, ജ്യോതി, ജനിത പരിയാപുരത്ത്, സിനി ഗണേശൻ, ആയിഷ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ വി ലത്തീഫ്, NS ബാബു, TV ഫാസിൽ, M ജോയ്, കൊടക്കാട്ട് ബഷീർ, ഇസ്മായിൽ അച്ചമ്പാട്ട്, സിദി അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. സഹായ സമിതി കമ്മിറ്റി ഭാരവാഹികളായി ചെയർപേഴ്സണായി വി തങ്കമണിയെയും കൺവീനറായി C മോഹൻദാസിനെയും ട്രഷററായി NS ബാബുവിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, വെട്ടം. അധ്യാപകർ സമൂഹത്തിന് മാതൃകയാകണമെന്ന സന്ദേശം ജനങ്ങളിലേക്കും വിദ്യാർത്ഥി സമൂഹത്തിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ജനുവരി 29 മുതൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് എത്തുന്ന പ്രതിനിധികൾക്ക് ഭക്ഷണമൊരുക്കുന്നതിനായി അധ്യാപക സംഘടനയായ KPSTA ജൈവ നെൽകൃഷിയുമായി രംഗത്തിറങ്ങിയത്. തവനൂർ നെല്ലിക്കപ്പുഴ പാടശേഖരത്ത് 4 ഏക്കറിലാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. നടീലുത്സവം KPSTA സംസ്ഥാന പ്രസിഡന്റ് ഇൻചാർജ് ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് KK വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി P വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹ സമിതി അംഗം CV സന്ധ്യ, റവന്യൂ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത്, ട്രഷറർ K ബിജു എന്നിവർ സംസാരിച്ചു. PM ജോസഫ്, MP മുഹമ്മദ്, A കേശവൻ, സുബ്രഹ്മണ്യൻ, രാജൻ മണ്ണഴി, കൃഷ്ണദാസ്, P രാമകൃഷ്ണൻ, നവീൻ കൊരട്ടിയിൽ, K നിഖിൽ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തവനൂർ. ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യപൂർണമായ ജീവിതം ഉറപ്പാക്കുന്നതിനുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് നടപ്പാക്കി വരുന്ന നെല്ലിക്ക ക്യാമ്പയിന്റെ പ്രചരണാർത്ഥം പെരിന്തൽമണ്ണ മുതൽ കൊണ്ടോട്ടി വരെ കാർ റാലി സംഘടിപ്പിക്കും. രാവിലെ 8-ന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിക്കുന്ന കാർ റാലി മലപ്പുറം മഞ്ചേരി വഴി ഉച്ചയ്ക്ക് 11:30-ന് കൊണ്ടോട്ടി EMEA കോളേജിൽ സമാപിക്കും. 100-ലധികം പ്രീമിയം കാറുകൾ റാലിയിൽ അണിനിരക്കും. പെരിന്തൽമണ്ണയിൽ ജില്ലാ കളക്ടർ VR വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്യും. P അബ്ദുൽ ഹമീദ് MLA പങ്കെടുക്കും. റാലിക്ക് മഞ്ചേരി സ്വീകരണം നൽകും. കാറുകളുടെ പ്രദർശനവും EME കോളേജിൽ നടക്കും. സമാപന ചടങ്ങിൽ മന്ത്രി V അബ്ദുറഹിമാൻ പങ്കെടുക്കും. ഭക്ഷണരീതി മാറിയതിന്റെ ദോഷങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് യുവാക്കളെയാണെന്നും നല്ല ഭക്ഷണരീതിയുടെ ലക്ഷ്യങ്ങൾ പരമാവധി ചെറുപ്പക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന നിലയിലാണ് കാർ റാലി സംഘടിപ്പിക്കുന്നതെന്നും ജില്ലാ കളക്ടർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 3G ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് പോളിസി സ്റ്റഡീസ് എന്ന NGOയുടെ സഹകരണത്തോടെയാണ് റാലി സംഘടിപ്പിക്കുന്നത്. ഗതാഗത തടസ്സമുണ്ടാക്കാത്ത വിധത്തിൽ വേഗത കുറച്ചാകും റാലി നടത്തുകയെന്നും കളക്ടർ പറഞ്ഞു. 3G ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് പോളിസി സ്റ്റഡീസ് ചെയർമാൻ ഡോക്ടർ ഷാഹിദ് ചോലയിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, മലപ്പുറം. മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം നടത്തുന്നുവെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ അറിയിച്ചു. MLA-മാരായ P ഉബൈദുള്ള, P അബ്ദുൽ ഹമീദ്, TV ഇബ്രാഹിം എന്നിവരാണ് ആസൂത്രണ സമിതി യോഗത്തിൽ വിഷയമുന്നയിച്ചത്. ഡോക്ടർമാരുൾപ്പെടെ ജീവനക്കാരെ ജനറൽ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ സർക്കാർ നിർദ്ദേശം ലഭിച്ചുവെന്ന പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെന്നും DMO വിശദീകരിച്ചു. നിപ, എംബോക്സ് പോലുള്ള രോഗങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്നും ജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും TV ഇബ്രാഹിം MLA പറഞ്ഞു. എംപോക്സ് പടരാതിരിക്കാൻ വിമാനത്താവളത്തിൽ പരിശോധനകൾ നടത്തണമെന്നും MLA പറഞ്ഞു. ജില്ലയിൽ ഒഴിവുള്ള എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ തസ്തികയിൽ നിയമനം നടത്താൻ നടപടി വേണമെന്നും MLA-മാർ ആവശ്യപ്പെട്ടു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലുമുള്ള ഉപയോഗശൂന്യമായ വാഹനങ്ങളും പാഴ്വസ്തുക്കളും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര, അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AD ജോസഫ്, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, മഞ്ചേരി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.